കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. ഉച്ചച്ചവന്മാരൊക്കെ ഇത് കാണടാ, എല്ലാത്തിനും വന്ന് മെൻഷൻ ചെയ്യുന്നവന്മാർ ഇത് കാണടാ നീക്ക. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ? സോറിയുടെ മുത്ത, ഞാനും ഷായനായും +2 മുതലേ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. താനെന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ട, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പുതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ എന്റെ പൊന്ന് സാർ. കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. ഭയങ്കരமான ആള്. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ, അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ പറയില്ല, ഞങ്ങൾ പുറത്ത് പറയില്ല. അത് പുറത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല. താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? പണി ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. കാരണം റിവീൽ ചെയ്യാൻ പാടുള്ളതുണ്ട്, പാടില്ലാത്തതുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഔട്ടാക്കുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫർ വരെ വന്നിരുന്നു. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ്. ഇവനോട് ഞാൻ പുറത്താൽ ദൈവം എന്നെ ശിക്ഷിക്കും. എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടും. എല്ലാം ഞാൻ സഹിക്കാം. പക്ഷെ കള്ളം പറഞ്ഞ് നീ എന്നെ ചതിച്ചത് അത് ഞാൻ സഹിക്കൂലടാ.